അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുക, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുക. എത്രമാത്രം ക്രൂരമായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആളുടെ മനസ്സ്. ആ വേദനിപ്പിക്കുന്നത് സ്വന്തം ഉമ്മയെ തന്നെയാണെങ്കിലും അവൻ്റെയൊക്കെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കോഴിക്കോട് താമരശ്ശേരി അടിവാരത്ത് 2 ദിവസം മുമ്പ് മകൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട സുബൈദ എന്ന് പറയുന്ന 53 വയസ്സുകാരി. 2 ദിവസമായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവണം, വല്ലാത്ത വേദന തോന്നണം. കാരണം ആ ഉമ്മ ആ മകൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ മകനാണെങ്കിലോ നിരന്തരമായി ഉമ്മയെ മർദ്ദിച്ചിരുന്നു. ഉമ്മ ഇങ്ങനെ വേദനിച്ച് കരയുന്നത് കേൾക്കാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഓരോ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നാട്ടുകാരും അയൽവാസികളൊക്കെ അതേക്കുറിച്ച്, ആ ഉമ്മയെക്കുറിച്ച്, ഈ മകനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ഉമ്മ എത്രമാത്രം ഒരു മകനെ സ്നേഹിച്ചിരുന്നു. 1.5 വയസ്സിൽ ഈ മുഹമ്മദ് ആഷിഖിൻ്റെ ഉപ്പ ഇവരെ ഉപേക്ഷിച്ച് പോയി. ആ ഉമ്മ അന്ന് മുതൽ തൻ്റെ മകന് വേണ്ടി ജീവിതം മാറ്റിവെച്ചതാണ്. പലരും വേറെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. ആ ഉമ്മ അതിലൊന്നും സമ്മതിച്ചില്ല. എനിക്ക് എൻ്റെ മകൻ മതി, ഞാനും എൻ്റെ മകനും കൂടി അങ്ങ് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. ആ മകന് വേണ്ടി ആ ഉമ്മ കഠിനാധ്വാനം ചെയ്ത്, താഴെ വെച്ചാൽ ഇറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ശ്രദ്ധിച്ച് നിലത്ത് വെക്കാതെ കൊണ്ട് നടന്ന മകനാണ്. പഠിക്കാൻ നല്ല ഉഷാറായിരുന്നു അത്ര. അങ്ങനെ അവനെ പഠിപ്പിച്ച് പറയുന്നതൊക്കെ വാങ്ങി നൽകി. +2 വരെ അവന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വളരെയേറെ സ്നേഹത്തോടെയാണ് ഉമ്മയും മകനും ജീവിച്ചത്. മകനിക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, ഉമ്മാക്ക് മകൻ എന്ന് പറഞ്ഞാലും ജീവൻ തന്നെയായിരുന്നു. +2 വരെ ഒരു പ്രശ്നവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനെ കോഴിക്കോട് ഈ ഒരു സ്ഥാപനത്തിൽ ഒരു ഓട്ടോമൊബൈൽ പഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നാക്കിയതാണ്. അതിന് ശേഷമാണ് പിന്നെ ഇവനിക്ക് ഉമ്മയോട് വെറുപ്പ്, ഉമ്മയോട് ദേഷ്യം, പിന്നെ അങ്ങനെയാണ് ഇവന് ഉമ്മയോടൊരു വൈരാഗ്യം അവനുണ്ടാകുന്നത്. പലപ്പോഴും ഉമ്മയോട് ക്യാഷ് ചോദിക്കുന്നു. ആദ്യമൊക്കെ ഉമ്മ ക്യാഷ് നൽകി, ഉമ്മ മകന് വേണ്ടി ജീവിക്കുന്നതല്ല, ക്യാഷ് നൽകി. പിന്നെയാണ് മകൻ ലഹരിക്ക് അടിമയാണ് എന്നറിഞ്ഞപ്പോൾ ഉമ്മ ക്യാഷ് നൽകാതെ ആയത്. പിന്നെ ഇവന് നിരന്തരം ഉമ്മയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ്. പലതവണ ഉമ്മയുടെ മുഖത്തേക്ക് ചുടുവെള്ളം അവൻ ഒഴിച്ചിട്ടുണ്ട്. പലതവണ ഈ ഉമ്മയെ നാട്ടുകാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത്. പലപ്പോഴും ഉമ്മയുടെ തല പിടിച്ചിട്ട് ഭിത്തിയിലേക്ക് ഇവൻ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഉമ്മയുടെ തല പിടിച്ച് ഭിത്തിയിലേക്ക് ഇങ്ങനെ അടിക്കുക. ഉമ്മ ഇതിങ്ങനെ നിലവിളിക്കുമ്പോൾ അവനത് ആസ്വദിക്കുകയായിരുന്നു എന്നാണ്. ഉമ്മ വേദന, തൻ്റെ മകൻ്റെ കൈകൊണ്ടുള്ള മർദ്ദനത്തിൻ്റെ വേദന സഹിക്കാതെ ഉമ്മ പൊട്ടിക്കരയുമ്പോൾ മകൻ അത് ആസ്വദിക്കുകയായിരുന്നു. പലപ്പോഴും ഉമ്മയെ ചെവിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടും ആ ഉമ്മ മകനെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്നു എന്നാണ്. ഉമ്മയെ മർദ്ദിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഉമ്മയോട് ബൈക്ക് വേണമെന്നൊക്കെ ഇവൻ ആവശ്യപ്പെട്ടത്. ഉമ്മ വാങ്ങിച്ചു കൊടുത്തു, ആക്റ്റീവ് വാങ്ങിച്ചു കൊടുത്തു, വേറെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. രാപ്പകല്ലാതെ ഈ ഉമ്മ അയൽ വീടുകളിലും മറ്റുമൊക്കെ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ക്യാഷ് മുഴുവൻ തൻ്റെ ഏക മകന് വേണ്ടി ചെലവഴിച്ച ഉമ്മയാണ്. ആ ഉമ്മയോടാണ് ഈ മകൻ്റെ ക്രൂരത. എന്നിട്ട് ഇവൻ ലഹരിക്ക് അടിമയായപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അതിൽ നിന്ന് മുക്തനാവട്ടെ എന്ന് കരുതിയിട്ടാണ് നാട്ടുകാരുടെ സഹായത്തോടുകൂടെ 1.5 ലക്ഷം രൂപ ചെലവാക്കിയിട്ട്, ഈ കൂലിപ്പണിക്ക് പോണ ഉമ്മ നാട്ടുകാരുടെ സഹായത്തോടുകൂടെ 1.5 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഇവനെ ബാംഗ്ലൂരുവിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോട് ഡി അഡിക്ഷൻ സെൻറ്ററിലും അതിന് മുമ്പോ ശേഷമൊക്കെ ആയിട്ട് ഇവനെ ചികിത്സയ്ക്ക് വേണ്ടി ഇവനെ എത്തിച്ചിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മറ്റൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്ത ഈ ഉമ്മയോടാണ് ഇവന് ക്രൂരത ചെയ്തത്. ഉമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മകൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ടാവും എന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നുള്ളതാണ്. ഉമ്മക്ക് ഈ ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് അതിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മറ്റൊന്നും പോകാൻ ഈ ഉമ്മാൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വരാന്ത ഇങ്ങനെ കയറി ഇറങ്ങാണ്. തനിക്ക് വേദന സഹിക്കാൻ കഴിയാതെ തൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാലോ. അള്ളാഹുവെ കാത്ത് രക്ഷിക്കട്ടെ. ആ ഉമ്മ അപ്പോഴീ മകന് ഉമ്മയോട് സന്തോഷത്തോടുകൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഉമ്മാനോട് വന്നിട്ട് ഉമ്മ സാരില്ല എന്നൊരു വാക്ക് ആ ഉമ്മയോട് അവൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ഉമ്മാൻ്റെയൊക്കെ വേദന ഒന്ന് ആലോചിച്ച് നോക്ക്. തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആ ഉമ്മ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ പോലും ആ മകൻ ഇത്രയും കാലമായിട്ട് തയ്യാറായിട്ടില്ല. പക്ഷെ എന്നിട്ടും ആ ഉമ്മ ആ മകനെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് വല്ലാത്ത അത്ഭുതം. എന്നിട്ടും ആ ഉമ്മക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ആ മകനെ. എന്നിട്ട് തനിക്ക് ബ്രെയിൻ ട്യൂമർ ആയതിൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ ഈ ഉമ്മയുടെ സഹോദരിയാണ് പറഞ്ഞത്, നീ അവിടെ നിൽക്കണ്ട, അവൻ നിന്നെ ഉപദ്രവിക്കും. അപ്പോഴും ഉമ്മക്ക് മകനെ വിശ്വാസമാണ്. എത്ര തവണയാണ് ഇത്രയും ഉമ്മാനെ മകനിങ്ങനെ ക്രൂരമായി ആക്രമിച്ചിട്ടുള്ളത്, വേദനിപ്പിച്ചിട്ടുള്ളത്, കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടൊന്നല്ല കൊടുവാളെടുക്കുന്നത് അവൻ ഉമ്മയെ ആക്രമിക്കുന്നതിന് വേണ്ടി. ഇതിനു മുമ്പ് പലതവണ അവൻ കൊടുവാളെടുത്തിട്ടുണ്ട്. ഉമ്മ ഓടി രക്ഷപ്പെടലാണ്, അടുത്ത വീട്ടിലേക്ക് മറ്റുമൊക്കെ പോയിട്ട് അഭയം പ്രാപിക്കലാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് 1-2 തവണയല്ല,
എത്രയോ തവണ ആ ഉമ്മാനെ ഇങ്ങനെ ക്രൂരമായി അടിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് മുഖത്ത് ചുടുവെള്ളം ഒഴിച്ചിട്ട് അവൻ എന്താണോ തോന്നുന്നത് അതൊക്കെ ചെയ്യും. ഉമ്മ ഇങ്ങനെ കരയുന്നത് കാണാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനൊരു ഹോബി ആയിരുന്നു. ലഹരി അടിമയായത് കൊണ്ട് സംഭവിച്ചതാണ്. ഏതായാലും അങ്ങനെയാണ് ഇത് സർജറി ഒക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് നീ പോണ്ട, നീ ഇവിടെ നിന്നാൽ മതി, എനിക്ക് നിന്നെ അവിടെ വിടാൻ, എനിക്ക് നിന്നെ അങ്ങോട്ട് വിടാൻ എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉമ്മയുടെ സഹോദരി ഇവിടെ കൊണ്ടുവന്നാക്കുന്നത്. അങ്ങനെയാണ് ഇവന് ഈ 4 ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ രാത്രിയാണ് ഇവൻ ടൂർ കഴിഞ്ഞ് കയറി വരുന്നത്. അപ്പം തന്നെ ഈ സഹോദരിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഇവൻ വന്നപ്പോൾ. പിന്നെ ഇവൻ വന്നു, കുഴപ്പമൊന്നുമില്ല, കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നപ്പോൾ ഉമ്മ പറഞ്ഞത്ര വാതിൽ നീ അടയ്ക്കേണ്ട, അവൻ വരും. ഗേറ്റ് നേരത്തെ ഈ സഹോദരി അടയ്ക്കാൻ പോയപ്പോൾ വേണ്ട വേണ്ട അവൻ വരും, അവൻ വന്നാൽ അവന് ബുദ്ധിമുട്ടാവില്ല, അവൻ കയറി കിടന്നോട്ടെ. ഈ സഹോദരി ഉമ്മ പറയാണ് ഈ ഉമ്മയോട് ഈ രോഗം ബാധിച്ചിട്ട് എന്താണ് ഉമ്മ എന്ന് പോലും ചോദിക്കാത്ത, ഉമ്മയെ നിരന്തരം മർദ്ദിക്കുന്ന ഒരു മകനോടുള്ള ആ ഉമ്മയുടെ സ്നേഹമാണ്. കയറി വന്ന് ഇപ്പം കുളിച്ച് വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നുറങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, ഉമ്മാക്കും ഭയങ്കര സന്തോഷം. എൻ്റെ മകൻ ആകെ മാറിയിട്ടുണ്ട്, എൻ്റെ മകന് ഇപ്പോൾ അവൻ അക്രമവാസനയൊന്നുമില്ല, അവന് വളരെ മോശമായി സംസാരിക്കുന്നില്ല. ഉമ്മാക്ക് ഭയങ്കര സന്തോഷം. പിറ്റേ ദിവസം രാവിലെ ഈ സഹോദരി ഉമ്മയുടെ ഈ അനിയത്തിയുടെ വീട്ടിലാണല്ലോ ഉമ്മ, അടുത്ത വീട്ടിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്തും ഈ തൻ്റെ ഇത്താത്തയോട് പറയുന്നുണ്ട്, നീ ഇനി അവൻ എന്ത് പറഞ്ഞാലും ഒന്നും പറയാൻ പോകണ്ടട്ടോ, നീ മിണ്ടാതെ അവിടെ കടന്നാൽ മതി. സഹോദരി റെസ്റ്റിലാണ്, ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ റെസ്റ്റിലാണ്, നീ ഒന്നും മിണ്ടണ്ട കേട്ടോ, അവന് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം ഇന്നലെ വന്ന് ഇതുവരെ അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇതുവരെ കുറച്ച് നേരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അവൻ നന്നായി എന്നുള്ള തോന്നലിലാണ് ഈ സഹോദരി അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവനുമായിട്ട് ഒന്നും സംസാരിക്കാൻ നിൽക്കരുതേ എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ സ്വഭാവം, ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2-2:30 ആയപ്പോൾ ഇവൻ്റെ സ്വഭാവമാകെ മാറി. ഇവൻ അടുത്ത വീട്ടിൽ പോയി കൊടുവാൾ വാങ്ങി കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെ വളരെ ക്രൂരമായി വിട്ടുന്നു. ആ ഉമ്മ ഇങ്ങനെ കാണണം, മകനെ കത്തിയായിട്ട് വരുന്നു. ഉമ്മക്ക് ഓടാൻ വയ്യല്ലോ, ഉമ്മ സർജറി കഴിഞ്ഞ് കിടക്കുകയല്ലേ. ആ ഉമ്മ അപ്പോഴും കരുതിയിട്ടില്ല, ഇപ്പം കൊടുവാളായിട്ട് വരുമ്പോഴും ആ ഉമ്മ കരുതിയിട്ടില്ല തൻ്റെ മകൻ തന്നെ കൊലപ്പെടുത്തുമെന്ന്, തന്നെ ഇങ്ങനെ ക്രൂരമായി വെട്ടി നോക്കുമെന്ന്. കാരണം ചെറുപ്പം മുതലേ തൻ്റെ മകന് വേണ്ടി മറ്റൊരു സുഖവുമില്ലാതെ, മറ്റൊരു സുഖവും അനുഭവിക്കാതെ മകന് വേണ്ടി ജീവിച്ച ഉമ്മയല്ലേ. ആ ഉമ്മ അപ്പോഴും കരുതിയിട്ടില്ല തൻ്റെ മകൻ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന്. അവസാനം ആ ഉമ്മയെ തുരുതുരാന്ന് അവൻ എത്ര തവണ, 20-ലധികം തവണയാണ് വെട്ടിയത്. ആ വെട്ടി കൊള്ളുമ്പോഴുള്ള ആ ഉമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പടച്ചോനെ, ഞാൻ ഇത്രയും സ്നേഹിച്ച് പൊന്നുപോലെ പോറ്റി വളർത്തിയ, അവസാന സമയം വരെ എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ആ വിശ്വാസത്തിൽ വളർത്തിയ മകനല്ലേ. അവസാനം വരെ ആ ഉമ്മയോടൊപ്പം അവസാന സമയം അവനുണ്ടായി. പക്ഷേ അത് ആ ഉമ്മ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നില്ല. ഉമ്മ തനിക്ക് മടിക്കാൻ കിടക്കുന്ന സമയത്ത് തന്നെ നോക്കാൻ, തനിക്കൊരു തുള്ളി വെള്ളം തരാൻ, തൻ്റെ മയ്യത്ത് നിസ്കരിക്കാനൊക്കെ തനിക്കൊരു മകനായല്ലോ എന്നുള്ളതായിരുന്നു ആ ഉമ്മാൻ്റെ ചിന്ത. പക്ഷേ ആ ക്രൂരമായ അവൻ്റെ മനസ്സ് ആ ഉമ്മയെ ക്രൂരമായി പല തവണ, 20-ലധികം തവണ വെട്ടിയിട്ട് അവൻ ആണുങ്ങളെപ്പോലെ അവന് പുറത്ത് വന്ന കത്തി കഴുകി അടുത്ത വീട്ടിന് മുന്നിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തതാ, നിങ്ങളെ കത്തി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു കൂസലും അവനുണ്ടായില്ല. പിടിച്ച നാട്ടുകാരോട് എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കി എന്ന് വളരെ കൂളായിട്ട് അവൻ മറുപടി പറയുന്നു. അവൻ മാധ്യമപ്രവർത്തകർക്ക് അവൻ പ്ലെയിങ് കിസ് നിൽക്കുന്നു. സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയിട്ട് അവനൊരു മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു വലിപ്പം ചിലർക്ക് ഉണ്ടാവുമല്ലോ, ചില തെറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊരു വിഷമം, പടച്ചോനെ ഞാൻ ചെയ്തു പോയല്ലോ, എൻ്റെ ഒരു ലഹരിയിൽ അങ്ങനെ ചെയ്തു പോയി. പല കള്ളുകൂടിയന്മാരെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അവർ കള്ളു കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബോധം വരുമ്പോൾ അയ്യോ ഞാനങ്ങനെ ചെയ്തു പോയി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന പല ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ലേ, കാണാറില്ല. പക്ഷെ ഇവന് അങ്ങനത്തെ ഒരു മനസാക്ഷി കുത്തിവനില്ല. ഇവൻ ഞാൻ എന്നെ ജനിപ്പിച്ചുള്ള ശിക്ഷ നടപ്പാക്കി എന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകർക്ക് പ്ലെയിങ് കിസ് നൽകുന്നു. എന്താണ് അവൻ്റെ ഒക്കെ ഒരു മാനസികാവസ്ഥ? സ്വന്തം ഉമ്മ എങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും അവന് യാതൊരുവിധ പ്രശ്നവുമില്ല. അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കാഠിന്യം. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഇശാ കഴിഞ്ഞിട്ടാണ് ആ ഉമ്മയെ അടിവാരത്തുള്ള ആ ജുമാ മസ്ജിദ് ഖബർസ്ഥാനം ഉമ്മയെ ഖബറടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഉമ്മയുടെ ഈ ഒരു വാർത്ത കേട്ട് അങ്ങോട്ട് ഓടിക്കൂടിയത് ആ ഉമ്മാക്ക് ജനാസ നിസ്കരിക്കുന്നതിനും മറ്റൊക്കെ വേണ്ടിയിട്ട്. അല്ലാഹുവേ, ഇങ്ങനെ ഒരു മകനെ സ്നേഹിച്ച ഉമ്മയെക്കുറിച്ച് നമ്മൾ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ക്രൂരമായി മർദ്ദിച്ചിട്ടും അവസാന സമയം വരെ മകനിൽ പ്രതീക്ഷയർപ്പിച്ച് മകൻ നേരാകും എന്ന് വിശ്വസിച്ച് മകനെ സ്നേഹിച്ചൊരു ഉമ്മയെക്കുറിച്ച് അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ?
പടച്ചോനെ ആ ഉമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് നൽകട്ടെ, അവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. അള്ളാഹു അവർക്ക് അവരുടെ പാരത്രിക ജീവിതം അള്ളാഹു അവർക്ക് സമാധാനവും സന്തോഷവും ഉള്ളതാക്കട്ടെ. അസ്സലാമു അലൈക്കും.